പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഇതല്ലേ. ആക്ച്വലി എല്ലാവരും ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ് ഇപ്പം. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണോ, അതല്ല ഏതെങ്കിലും കോഴ്സ് എടുക്കണോ, അതല്ല ഡയറക്റ്റ്ലി ജോബിന് പോകണോ? ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സിനുള്ള കംപ്ലീറ്റ് ആൻസർ കിട്ടും. ഇറ്റ്സ് മീ സുഹൈല ഹാഷിം. ടുഡേ ഐ ആം ഗോയിങ് ടു ഗിവ് യു ദ ബെസ്റ്റ് കരിയർ അഡ്വൈസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ പ്ലസ് ടു. എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു മെയിൻ കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താണ് ചെയ്യുന്നത്, അതല്ല പാരൻസ് എന്താണ് പറയുന്നത്, റിലേറ്റീവ്സ് എന്താണ് പറയുന്നത്, അതിൻ്റെ ബേസിസിൽ ഒരിക്കലും നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കൂ, എനിക്ക് എന്താണ് ഇൻട്രസ്റ്റ്, എനിക്ക് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണം, എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കണം. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ ആദ്യം കണ്ടെത്തണം. അതിനുശേഷമായിരിക്കണം നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യേണ്ടത്. പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഈ 4 കൊല്ലം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വൈബിന് വേണ്ടി ഒരു കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് അവിടെ ഫുള്ള് നിങ്ങൾ ചില്ല് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല. നിങ്ങൾക്ക് ആക്ച്വലി ഡിപ്രഷൻ വരെ വരാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ട്രഡീഷണൽ വേയിൽ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ചൂസ് ചെയ്യും. ലൈക്ക് BBA, BCom, BBM, ദെൻ BA, BTech. ഓക്കെ, ഇതൊക്കെയാണ് ഒരു കൾച്ചർ. എൻ്റെ കാലത്ത് ഞാൻ എന്താണോ പഠിച്ചത് അതുതന്നെയാണ് ഇപ്പോഴത്തെ സിലബസ്. ഒരു ചേഞ്ചസും ഇല്ല. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു, പക്ഷെ കുട്ടികൾ ഇപ്പോഴും ബൈഹാർട്ട് ചെയ്യുന്നതും ഇപ്പോഴും പഠിക്കുന്നത് സെയിം കാര്യങ്ങളും സെയിം ഇക്വേഷൻസും സെയിം തിയറിയൊക്കെയാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയും ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ദാറ്റ്. ഞാൻ ഒരിക്കലും ചെയ്യേണ്ടെന്ന് പറയില്ല, പക്ഷെ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് ട്രെൻഡിങ്, ഇൻഡസ്ട്രിക്ക് എന്താണ് വേണ്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ബേസിലായിട്ടുള്ള സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ പാഷൻ എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ എന്താണ് ഒരു കരിയർ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഡിഗ്രിയെക്കാളും ഡിമാൻഡിങ് ആയിട്ടുള്ളത് സ്കിൽ കോഴ്സസ് ആണ്. ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, UI UX, പൈത്തൺ, ഡാറ്റ സയൻസ്, ഫുൾ സ്റ്റാക്ക്, ഈവൻ AI ഏജന്റിക്, പ്രോംപ്റ്റിംഗ്. ഇതൊക്കെയെന്ന് വെച്ചാൽ വളരെ ട്രെൻഡിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് IT ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണോ, അതല്ല IT ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണോ, അതല്ല ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് തീരുമാനിച്ച് അതിൻ്റെ ബേസിസുള്ള ഒരു സ്കിൽ കോഴ്സ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പല കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ്, ഞാൻ IT ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണോ, അതല്ല IT ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണോ. നിങ്ങളിപ്പം IT ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പല കൈൻഡ് ഓഫ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്, then hospital administration, aviation and airport management, logistics and supply chain management, hotel management, hospitality, retail management, beauty and wellness, accounting. ഇതൊക്കെ IT ഇൻഡസ്ട്രിയിൽ വരുന്ന ചില സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ്. നെക്സ്റ്റ് IT ഇൻഡസ്ട്രിയിൽ വരുന്ന സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, AI ടൂൾസ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, AI പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതൊക്കെ ആക്ച്വലി വളരെ ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻ ആണ്. സോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഫീൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന കാര്യം, ഈ പ്ലസ് ടുയുടെ വെക്കേഷൻ ഉണ്ടല്ലോ, ആ വെക്കേഷൻ നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ഒരു സ്കിൽ കോഴ്സ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ ഒരു സ്കിൽ കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പറ്റുവാണെങ്കിൽ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീലാൻസ് ജോബോ അതല്ല പാർട്ട് ടൈം ജോബോ, പറ്റുവാണെങ്കിൽ ഫുൾ ടൈം ജോബ് തന്നെ നിങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതിനുശേഷം നിങ്ങളൊരു ഡിഗ്രിയോ അതല്ല പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതായത് വർക്ക് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ, അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾ ഭാവിയിൽ ഡിഗ്രി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ ആക്ച്വലി യു ക്യാൻ ഏൺ എക്സ്ട്രാ ഇൻകം. ഇപ്പോൾ നമ്മൾ എബ്രോഡൊക്കെ കാണുന്നില്ലേ, കുട്ടികൾ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർ പാർട്ട് ടൈം ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ജോലിയായി, നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്കായി, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള നോളജ് കിട്ടി, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിഗ്രിയുമായി. അതല്ല ചുമ്മാ നിങ്ങൾ ഡിഗ്രിയും പഠിച്ച് നിങ്ങളൊരു 4 കൊല്ലം കോളേജിൽ ചുമ്മാ ചിൽ ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോഴും നിങ്ങളൊരു ഫ്രഷറായിരിക്കും. നിങ്ങൾക്കൊന്നും അറിയില്ല, ഇൻഡസ്ട്രിയെ കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് സ്കില്ലില്ല, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ അതെന്താണ് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ടൈം ഉണ്ടല്ലോ, ഈ ഒരു 4 ഇയേഴ്സ് നിങ്ങൾ ഡിഗ്രി ചെയ്യുക, അതിൻ്റെ കൂടെ സർട്ടിഫിക്കേഷൻ ചെയ്യുക, അതിൻ്റെ കൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക,
അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോബ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 കൊല്ലം കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ഡിഗ്രിയും ആയി, ജോബും ആയി, സ്കില്ലും ആയി, നല്ല നെറ്റ്വർക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബിലീവ് മീ യു ക്യാൻ റീച്ച് ഇൻ എ വെരി ഹൈ പൊസിഷൻ. സോ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. I have more than 15+ years experience in career counseling, so I can definitely guide you better. If you have any doubts, you can use the comment box as well. Thanking you, Suilash. Take care. Bye-bye.